അഴിമതിയും സ്വജനപക്ഷപാതവും കൊടികുത്തി വാണിരുന്ന നാളുകളായിരുന്നു കോൺഗ്രസ് ഭരണകാലമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ. കർഷക ആത്മഹത്യകൾ അക്കാലത്ത് തുടർക്കഥകളായിരുന്നു. എയർ കണ്ടീഷൻ മുറികളിലെ പദ്ധതി തീരുമാനങ്ങൾ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഭരണം അഴിമതിക്ക് മാത്രമായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ കമൽനാഥും നകുൽനാഥും ഇതിന്റെ പര്യായങ്ങളാണ്. ഭാരതത്തിന്റെ ഗ്രാമങ്ങളെക്കുറിച്ച് അറിയാത്ത രാഹുലിന് ഇന്ത്യയുടെ മനസ്സറിയാൻ കഴിയില്ല. ഭീകരാക്രമണങ്ങൾ നിത്യസംഭവങ്ങളായിരുന്നു. കർഷക ആത്മഹത്യകൾ ആവർത്തിക്കപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യം തലയുയർത്തി നിന്നു എന്നും ജെ.പി. നദ്ദ പറഞ്ഞു. एक तरफ ये बीमारू राज्य था 20 साल पहले और 2014 के पहले देश क्या था? आतंकवादियों का अटैक, आए दिन आतंकवादियों का अटैक होता था, हर दिन घोटाले हुआ करते थे और नीतियां एयर कंडीशन कमरों में बना करती थी जिसका धरती से कोई लेना देना नहीं था। विकास के नाम पर सब कुछ रुक चुका था। किसान आत्महत्या करते थे। आज जिसे आप भूल गए वो किसान आत्महत्या करता था और युवा बेचारा लाचार हालत में हमने देखा है. മധ്യപ്രദേശിലെ ചിന്ദ്വാരയിലും സിദ്ധിയിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഭരിക്കാൻ രാജ്യത്തെ അടുത്തറിയേണ്ടതുണ്ട്. 400-ലധികം സീറ്റുകൾ നേടി ബിജെപി ഇത്തവണ അധികാരത്തിൽ വരും. UPA കാലത്ത് സർക്കാരും ജനങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഭീകരാക്രമണങ്ങൾ നിത്യസംഭവങ്ങളായി മാറിയിരുന്നെന്നും ജെ.പി. നദ്ദ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം.